എല്ലാവർക്കും നമ്മുടെ ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് കുറേ നാളായെന്ന് പറഞ്ഞാൽ ഒത്തിരി നാളായി വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ നമ്മള് മീൻ പിടിക്കാൻ നമുക്ക് കുറച്ച് നാളായിട്ട് പറ്റുന്നില്ലായിരുന്നു. പറ്റാത്ത കാരണം നമ്മൾ കുറച്ച് ദിവസമൊക്കെ നമ്മൾ വള്ളമൊക്കെ ഓടിച്ച് പോയിട്ടൊന്നും ഒരു രക്ഷയില്ല. വെള്ളം കൂടുതൽ, പിന്നെ പാടത്തൊന്നും വലിയ രീതിയിലുള്ള മീനൊന്നും കാണുന്നില്ലായിരുന്നു. പിന്നെ പോകാതായി. പിന്നെ കൂടെ വന്ന വീശനൊക്കെ അത്യാവശ്യം പണിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒറ്റയ്ക്കുള്ള പരിപാടി, വലിയ പരിപാടിയൊന്നും നമുക്ക് ആറ്റിലിപ്പോൾ നടക്കുന്നത്. ആറ്റിലന്നത്തെ കാര്യം പോളയും കാര്യങ്ങളൊന്നും ഇല്ല. അന്നേരം ഞാൻ എൻ്റെ ഈ പുറകെ കാണുന്ന ഈ തെളിവുണ്ട്. ഈ തെളിവിന് മീനൊക്കെ ഞാനിപ്പോൾ വന്നപ്പോൾ ഞാൻ ചൂണ്ടയായിട്ട് നമ്മുടെ ചെറിയ കൈച്ചൂണ്ടയായിട്ട് കറയ്ക്ക് പിടിക്കാൻ വേണ്ടി വന്നതാണ്. ആവശ്യത്തിന് എന്തെങ്കിലും കിട്ടുമെന്നറിയാം. അന്നേരം ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഒരു മൂന്ന് നാല് ചൂണ്ടയായിട്ടാണ് വന്നിരിക്കുന്നത്. അന്നേരം അങ്ങനെ വന്നപ്പോൾ ഈ നേരെ പുറകെ കാണുന്ന ഇത് ഒരു മോട്ടറിന്റെ വാതിലാണ്. ഇതൊരു മോട്ടർ തറയത്. അന്നേരം ഈ പുറകെ കാണുന്ന ഈ പോളയ്ക്കകത്ത് ഒറ്റും വരാലൊക്കെ ഈ വെട്ടുന്ന ഒച്ച കേൾക്കാം നമുക്ക്. നേരെ ഉദ്ദേശിക്കുന്നത് നാളെ തൊട്ട് നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വെള്ളം കൂടുതലാണ്, തോട്ടിൽ നല്ല വെള്ളമുണ്ട്. അത് ഇനിയിപ്പോൾ വെള്ളമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അന്നേരം ഞാൻ എല്ലാവരും ഇപ്പോൾ വന്ന വഴിക്ക് തന്നെ എല്ലാവരെയും വിളിച്ചോ, നാളെ തൊട്ട് നമുക്ക് ഈ തോട്ടി വല വെച്ച് നോക്കാം, എന്ത് കിട്ടുന്നുണ്ടെന്നറിയാം. പിന്നെ ഈ വേറെ ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുക വീട്ടിൽ. അല്ല നമ്മൾ വേറെ പണിക്ക് പോകാറില്ല. ഇപ്പൊ വിനീഷിനൊക്കെ ചെറിയ ചെറിയ പണിയുള്ളതുകൊണ്ട് അവർ പണിക്ക് പോയി. ഒരു നാളെ ഇവിടെ വെക്കാന്നിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നുണ്ട്. അന്നേരം ഇനി തൊട്ട് കണ്ടിന്യൂ ആയിട്ട് ചിലപ്പോൾ നമ്മളെ വീഡിയോ വന്നേക്കാം. പിന്നെ ഈ മീൻപിടുത്തോ നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. മീൻ കിട്ടുമോ ഇല്ലെന്ന്, പോയാൽ പണി നടക്കുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ ചൂണ്ടയിടാൻ വന്ന, അന്നേരം ചൂണ്ടയിട്ട് ഇതിന് എന്നാ കിട്ടുമെന്ന് നോക്കാം. അന്നേരം ഞാൻ ഇടുന്ന തീറ്റയൊക്കെ കാണിച്ചു. ഇടുന്ന തീറ്റ നമ്മുടെ മണ്ണിര ഇടുന്ന പറഞ്ഞാൽ നമുക്ക് കാരി കിട്ടാൻ മാർഗം ഉണ്ടാകുന്ന രീതിയിലാണ് ഇടുന്നത്. അന്നേരം ഞാൻ കാണിച്ചു. ഞാൻ തന്നെയല്ല, ഞങ്ങളിവിടെയുള്ള ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഈ കാരിക്ക് എന്ന് പറഞ്ഞാൽ ഈ മണ്ണിര കോർക്കുന്ന ഒരു രീതിയുണ്ട്. ഇനി വേറെ എവിടെങ്കിലും ഉള്ളവരൊക്കെ ആണെങ്കിലും, നമ്മുടെ വീഡിയോ കാണുന്ന എവിടെ ഉള്ളവരാണെങ്കിലും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പം കാരി കിട്ടും. പക്ഷെ അവിടെ ഈ ചെമ്പല്ലി, കല്ലേമുട്ടി അതുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാരിക്ക് തീറ്റ കിട്ടാൻ പാടാണ്. നമ്മൾ ഇടുന്ന തീറ്റി ഈ ഇതുങ്ങൾ കുത്തുന്നുകൊണ്ട് പോകും. കാരി എന്ന് പറഞ്ഞാൽ ഒറ്റടിക്ക് വന്ന് തീറ്റി പെട്ടെന്ന് വന്ന് വിഴുങ്ങി കൊണ്ടുപോകുന്ന മീനാണ്. അന്നേരം നമ്മൾ ഈ തിരിച്ചു വലിക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ചൂണ്ടയിട്ട് അവിടെ വെച്ചിരുന്നാൽ കാരി കണ്ട് ഓടി വന്ന് പെട്ടെന്ന് പിടിച്ച് വിഴുങ്ങി അതിനകത്ത് കിടക്കുന്നത്. ഞാൻ ചൂണ്ട തിളയ്ക്കുന്നതും കാണിച്ചില്ല, മണ്ണിര കോർക്കുന്ന കാണിച്ച് ചിലപ്പോൾ എല്ലാവർക്കും അതൊരു താല്പര്യം ഉണ്ടാകും. പക്ഷെ കോർത്തിട്ട് മണ്ണിര കിടക്കുന്ന ഞാൻ രീതി കാണിച്ചു തരാം. അപ്പൊ നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോകും. വീഡിയോ 4 ചൂണ്ട ഞാൻ തളച്ചിടുന്നത്. 4 ചൂണ്ട തളച്ചിട്ടിട്ട് എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഇതുണ്ട കണക്കത്തെ സാധാ കൊളുത്ത എൻ്റെ അതെ. ഇത് കണ്ട ഇത് കണക്ക് എൻ്റെ ഈ ചെറിയ കൊളുത്ത് എന്ന് പറഞ്ഞൊരു 12ന്റെ കൊളുത്താണെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ കൊളുത്തിന്റെ വലിപ്പം. ഇത്രയാണ് കൊളുത്തിന്റെ വലിപ്പം. ഈ കൊളുത്താണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതായത് നമ്മുടെ മോട്ടർ ഓടാൻ തുടങ്ങി. അന്നേരം ഞാൻ ഈ ചൂണ്ട കെട്ടുന്ന രീതി കാണിച്ചു തരാം. അപ്പൊ നമ്മളിത് കണ്ട ഈ നൂലെടുത്തതേ ഇങ്ങനെ വെച്ചിരിക്കുക. നൂലെടുത്ത് ഈ നൂല് ഒറ്റ നൂല്, ഈ നൂല് വളച്ച് റൗണ്ട് കണക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതുണ്ടോ നൂലിങ്ങനെ വെച്ചിരിക്കുക. ഇതിന്റെ ഒരു തുമ്പ് ഇതാ, ബാക്കി നമ്മൾ നീളം ചരട് കെട്ടുന്ന ഇങ്ങോട്ടാ കെട്ടുന്നത്. മോട്ടറിന്റെ ഡ്രൈവർ ജെല്ല് തുറന്ന് നോക്കുക എന്താ സംഭവം എന്നറിയാണ്ട്. അതിനെന്താ ഇത് കണ്ട, ഇത് കെട്ടുന്ന രീതി ഇതാ, ഇങ്ങനെ കൊണ്ടുവന്ന് ചുറ്റിയെ കെട്ടുന്നു. ഇതിങ്ങോട്ട് വലിക്കും.
ബാക്കി മിച്ചം വന്ന പോലെ എല്ലാരും ചെയ്യുന്ന കണക്ക് തന്നെ നേരെ കട്ട് ചെയ്ത് കളയുക. ഇത് ബ്രൈഡ് ആയതുകൊണ്ട് ഇത് ഉരുക്കി വിടണം. കണ്ടോ കൊളുത്ത് കിടക്കുന്നുണ്ട്. ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടന്നുള്ളൂ. ഇത് നമ്മുടെ ഈ മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് കണ്ടോ. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്ന് ഇട്ടിട്ട് എനിക്ക് കാരി കിട്ടിയായിരുന്നു. ഒരു 2-3 കാരിയും ഒരു വരാലും 2-3 ചെമ്പല്ലിയും കിട്ടിയായിരുന്നു. നേരം നമ്മള് ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് വീഡിയോ പറഞ്ഞ് നമുക്ക് കാരി കിട്ടുമെന്ന് പറയുന്നത്. നമ്മൾ ബ്രൈഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബ്രൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പഴയ ബ്രൈഡാണ് ഞാൻ മാറ്റിയതായിരുന്നു. എൻ്റെ വലിയ ചൂണ്ടട ഇതിൽ നിന്ന് ബ്രൈഡ് മാറ്റിയായിരുന്നു. അതുകൊണ്ടാണ് ഈ ബ്രൈഡ് എടുത്തത്. ടങ്കീസ് ഇട്ടപ്പം ഈ 2-3 കാരി വലിച്ചുകൊണ്ട് ഈ കമ്പനി ഇടയിലൊക്കെ പോകുന്നുണ്ട്. തിരിച്ചു വലിച്ചപ്പോൾ പൊട്ടിപ്പോകുന്നു. കാരി വലിച്ച് പിടിച്ച ഉടനെ പോളക്കടിയിൽ എവിടെങ്കിലും ഉടക്കുള്ള സ്ഥലത്തോട്ടേ കയറത്തുള്ളൂ. നേരെ ടങ്കീസ് ആവുമ്പോൾ പൊട്ടിപ്പോയോണ്ട് ഇന്ന് ബ്രൈഡ് കൊണ്ടുവന്നു. അന്നേരം 3 ചൂണ്ടയിലും ടങ്കീസാണ് കിടക്കുന്നത്. അതുമെല്ലാം ഞാൻ മാറ്റും. അതുമെല്ലാം മാറ്റിയിട്ടാണ് ഇടുന്നത്. ഇനിയിപ്പം മണ്ണിരയാണെന്ന് പറഞ്ഞാൽ മണ്ണിര അവിടെ ഒരു വീട്ടിലാണ് മണ്ണിരയുള്ളത്. അവിടെ പശുവുണ്ട്. അന്നേരം അവിടെ മണ്ണിരയുണ്ട്. ഈ 18-ലെ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ മണ്ണിര തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. ഭയങ്കര ക്ഷാമം. അതുകൊണ്ട് നമുക്ക് ഇന്നെന്തായാലും നോക്കാം. കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ കിട്ടിയിട്ടുള്ളത് കൊണ്ടല്ല. നമ്മൾ ആദ്യമായിട്ട് മണ്ണിരയും പിടിച്ചോണ്ട് ഞാൻ ഇന്ന് പിടിക്കും എന്ന് വാക്ക് പറയുന്നില്ല. ഇതിനു മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ട് മണ്ണിര വെച്ച്. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇന്നേരം മണ്ണിരയൊക്കെ കോർത്തിട്ട് കാണിച്ചു തരാം. നമ്മളിത് ഇവിടെ വരയെല്ലാം കോർത്തിട്ടുണ്ട്. അന്നേരം എന്തേ ഈ മണ്ണര കോർത്തിട്ടുണ്ട്. ഇത് കണ്ട ഇതേ കണക്ക് കാണാൻ പറ്റാൻ പാടില്ല. കണക്ക് വെച്ചോട്ടെ. കണക്കും മാല കണക്കാ കോർക്കുന്നത്. കയറ്റി കണ്ട ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഒരു 4 ചൂണ്ടയാണ്. 4 ചൂണ്ട ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. കിട്ടുന്നുണ്ടോന്ന് നോക്കട്ടെ. നമ്മളിത് ഒരു ചൂണ്ട ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ചൂണ്ട കുറച്ചുകൂടി അങ്ങോട്ട് മാറ്റി വെക്കുന്നത്. കണ്ട് ഈ പോളയെല്ലാം പുല്ലെല്ലാം പിടിച്ചെടുക്കുന്നുണ്ട്. ഇതിനകത്ത് കാരി കാണാൻ സാധ്യത ഉണ്ട്. എന്തായാലും നോക്കാം ചൂണ്ടയിട്ട്. അടുത്തൊരു ചൂണ്ടത് ഇവിടെ ഇടുന്നു. ഇന്നലെ ഇവിടെ നിന്നൊരു കാരി പിടിച്ചിട്ട് പോയത്. അന്നേരം ഇവിടെ തന്നെ ഇടുക. അതെ, കഴിഞ്ഞ ദിവസം ഇട്ടപ്പോ ഇവിടുന്ന് ഒരു കാരി പോയത്. നമ്മള് ഒരു മോട്ടറിന്റെ അങ്ങേ അറ്റത്താണ് വെച്ചിരിക്കുന്നത് 2 ചൂണ്ട. ഇനി 3-മത്തെ ചൂണ്ട നമ്മൾ ഇങ്ങോട്ട് മാറി വിടുക. 2 സ്ഥലത്തായിട്ട് നമ്മൾ ഇടുന്നത്. ഇവിടെ നല്ല സ്പോട്ട് ഉണ്ടോ നോക്കട്ടോ. സ്പോട്ടല്ല, ഇവിടെയും കടകലും ഇതൊക്കെ പുല്ലൊക്കെ ഉണ്ട്. ഇതിന്റെ ഇടയ്ക്കുണ്ട് ഇടമുണ്ട്. ഈ ചെറിയ വിടവില നമ്മൾ ഇടുന്ന ചെറിയ വിടവ് കണ്ട. ഈ വിടവില ഇട്ടിരിക്കുന്ന നമ്മളെ ചൂണ്ട. ആ വിടവിലായിരിക്കുന്നു. നമ്മുടെ 4-മത്തെ ചൂണ്ട ഇവിടെ വെക്കാൻ പോട്ടെ. നമ്മുടെ 4-മത്തെ ചൂണ്ടയെ ഇവിടെ ഉണ്ടാക്കി വെക്കുക.
ഈ കാരി പിടിക്കാനായിട്ട് മാക്സിമം വെള്ളത്തിന്റെ താഴെ മുട്ടിച്ച് തന്നെ ചൂണ്ട വെക്കാൻ നോക്കുക. ആദ്യം വെച്ച് ചൂണ്ട ചെയ്ത് വലിച്ചിട്ടുണ്ട്. ഉണ്ടുണ്ട്. പോത്തില്ല, അത് വിഴുങ്ങി കിടക്കുക. ഇത് കണ്ട കാര്യ കണ്ട, അത് വിഴുങ്ങി കിടക്കുവാന്ന് തോന്നുന്നത്. പുതിയ പട്ടിയാണ്. ഇതണ്ട ഈ കാര്യം ഇപ്പൊ കിട്ടിയത്. ഇനിയുണ്ട് ഒരു 3 ചൂണ്ട കൂടി ഉണ്ട്. ചൂണ്ടെന്ന് പറയുന്നത് വിഴുങ്ങിയിട്ടിരിക്കും ഈ കാര്യം. മറ്റേ കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് ഇങ്ങനെ അല്ല, അത് കുഴപ്പമില്ല, മീനെ കണ്ടാ മതി. ഇല്ല, ഇതെല്ലാം കട്ട് ഇതണ്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫസ്റ്റ് കാര്യം ഇനിയുണ്ടൊരു 3 കൊണ്ടുണ്ട്. ഇത് പതുക്കെ ഉള്ളു, പതുക്കെ ഇങ്ങനെ പിടിച്ചു വരത്തേ ഉള്ളു. നമ്മളിതേ ഇവിടെ ഒരു ചൂണ്ട, അവിടെ 2 ചൂണ്ട ഞാൻ മീനെ ഇടാൻ വേണ്ടി എടുക്കാൻ പോയപ്പോ അതിനകത്തൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഒരു ചൂണ്ട ഉണ്ട്. ഇവിടെ അടുത്ത ചൂണ്ട വല്ല ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് കണ്ട നൂല് വലിഞ്ഞു നിൽക്കുന്നുണ്ട. പിടിച്ച് പോളക്കകത്തോട്ട് പോയതാണെന്ന് അറിയത്തില്ല. ഇത് കണ്ട നൂല് വലിഞ്ഞ് ഞങ്ങൾ ലൂസാക്കിയിട്ട സാധനമാണ്. ഓ, അങ്ങനെ ഊരിപ്പോയി. ഇവിടെ നമ്മളിത് 2ാമത് തീറ്റ കോർത്ത് വെച്ചിട്ടുണ്ട്. നോക്കാം, കറങ്ങിത്തിരിഞ്ഞ് നോക്കാം. കിട്ടും, കിട്ടാതിരിക്കത്തില്ല. നമ്മള് ആദ്യം കാരി കിട്ടി അതേ ചൂണ്ട തന്നെ വലിച്ചോണ്ട് പോയിട്ടുണ്ട്. കാരി കൊണ്ടെന്ന് തോന്നുന്നു. എന്താ കിട്ടിയത്? വരാല് വിഴുങ്ങിയിട്ടിരിക്കുക. വിഴുങ്ങി എന്താ വിഴുങ്ങിയെന്ന് പറയാൻ അണ്ണാക്ക് വരെ കൊണ്ടുപോയിരിക്കുക. അതിനെ വായിക്കാത്തിരിക്കുന്നു, അങ്ങേ അറ്റത്തായിരിക്കുന്നു. ഓപ്പറേഷൻ കുബേര. ഞാനാ 4 ചൂണ്ട ഇട്ട് വെച്ചിരിക്കുന്നു. ഒരു ചൂണ്ട ഇട്ടിട്ട് മറ്റേ നോക്കിയിരിക്കാൻ വെറുപ്പ് പിടിക്കും. ഇവിടെ ഉണ്ട്, അപ്പുറേ ഉണ്ട്, അങ്ങുണ്ട്. അതിപ്പം ദൈവനും കേറി ഉടക്കി.
ഇപ്പോഴേ ഇത്ര നേരമായിട്ട് നമുക്ക് ഇതേ ഒരു വരാലും കിട്ടിയായിരുന്നു, ഒരു ആദ്യം കിട്ടിയൊരു കാര്യം കിട്ടി. ഇത്ര നേരമായിട്ട് അതേ ആയിട്ടുള്ളൂ. നമ്മൾ പക്ഷെ കാരിക്കായിരുന്നു ചൂണ്ട വെച്ചിരുന്നത്. ഇപ്പൊ വരാല ഇപ്പൊ കിട്ടിയത്. അപ്പൊ എന്തേ നമ്മുടെ ഇന്നത്തെ ചൂണ്ടയടിച്ചില്ലായിരുന്നു. അത്യാവശ്യമായിട്ട് എനിക്ക് സ്ഥലം വരെ പോകണം. അതുകൊണ്ട് ഇപ്പൊ ഇന്നത്തെ ചൂണ്ടയടിച്ചിൽ നിർത്തി. നമ്മള് ചൂണ്ടയിട്ട് നോക്കിയിട്ട് കുഴപ്പമില്ല. ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നമ്മള് കാരി പിടിക്കുന്നതിന് തീറ്റി കോർക്കുന്ന രീതിയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അതെന്തായാലും കാണിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു ഒന്നോ രണ്ടോ മണ്ണിര എടുത്തിട്ട് ആദ്യം ഒരു മണ്ണിര ഇങ്ങനെ കയറ്റി ഇറക്കി കോർത്തുകൊണ്ട് അടുത്ത വീണ്ടും ഒരു മണ്ണിര കൂടി 1, 2, 3 ആക്കി ഇട്ട് ഇതിങ്ങനെ മാല പോലെ കിടക്കണം. മാല പോലെ കിടക്കാൻ നേരത്ത് ഈ വെള്ളത്തിനടിച്ചെന്ന് ഇങ്ങനെ അനങ്ങി നിൽക്കും. അനങ്ങി നിൽക്കാൻ നേരത്ത് ഈ മീൻ കാണാൻ നേരത്ത് പെട്ടെന്ന് ഓടി വരും. മീനുള്ള സ്ഥലമാണെങ്കിൽ മീൻ പെട്ടെന്ന് വരും. എല്ലാ സ്ഥലത്ത് പോയിട്ടിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ പരാതി പറയരുത്. അത് തന്നെയല്ല, ഈ നമ്മുടെ ഈ ഭാഗത്തൊക്കെ എല്ലാവരും അങ്ങനെ ചിലർ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇത് അറിയാൻ മേലാത്തവർക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ ഇനി ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളിനി എന്തായാലും അടുത്ത ദിവസം തൊട്ട് തന്നെ നമ്മളിപ്പോ പണിക്കിറങ്ങി. ഇപ്പൊ വെള്ളക്കൂടുതൽ നോക്കിയിട്ട് കാര്യമൊന്നും ഇല്ല. ഇപ്പൊ എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാരെയും വിളിച്ചുകൊണ്ട് നമ്മൾ പണിക്ക് എന്തായാലും ഇറങ്ങാൻ പോവുക. ഇത്രയും ദിവസത്തെ ഒരു വീഡിയോ വരാത്ത ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമുക്ക് മീൻ പിടിക്കാനുള്ള സ്ഥലങ്ങളും ഇനിയിപ്പം വെള്ളക്കൂടുതലൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പൊ അത് നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും വെള്ളക്കൂടുതലൊന്നും നോക്കുന്നില്ല. നമ്മളെന്തായാലും അടുത്ത ദിവസം തന്നെ നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്ന് കിട്ടിയത് ഒരു വരാലും ഒരു കാര്യം. എന്തായാലും കാരിക്ക് വെച്ചാൽ നമുക്ക് വരാല് കിട്ടുമെന്ന് ഒരു ഇതുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ചൂണ്ടയിട്ട് വരാല് കിട്ടുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. മറ്റേ ഫ്ലോ കിട്ടി. ഇപ്പം പോളയൊക്കെ തിങ്ങിയോണ്ട് അത് നടക്കുന്നില്ല. അത് തന്നെയല്ല, നമ്മുടെ തോടിന് ഭയങ്കര കൂടുതലുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ തോട്ടിൽ നല്ല ആഴമുള്ള നേരം നമ്മുടെ തോട്ടിലായിരിക്കും അടുത്ത ദിവസം നമ്മൾ നോക്കുന്നത്. മീൻ നോക്കുന്നത് നമ്മുടെ തോട്ടിൽ തന്നെ ആയിരിക്കും. ഈ പോള ഇത്രയും തിങ്ങിയുണ്ട്. നമ്മൾ പോള വാരി ഇച്ചിരി കഷ്ടപ്പെട്ട പരിപാടിയാണ്. നമ്മൾ തന്നെ അതിലും മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. നേരം ഇങ്ങനെ ചൂണ്ടയിട്ട് കാരി കിട്ടാൻ സ്ഥലങ്ങളിൽ മാർഗമുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ചൂണ്ടയിട്ട് നോക്കുക, പരീക്ഷിക്കുക. നേരം നിങ്ങളും ചൂണ്ടയിട്ട് നിങ്ങൾക്ക് മീൻ കിട്ടട്ടെ. മീൻ പിടുത്തം കാണാൻ താല്പര്യമുള്ളവരുണ്ടാവും, മീൻ പിടിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. മീൻ പിടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നും ഇത് കണക്ക് ചൂണ്ടയിടുക, കാരി പിടിക്കുക, ചെമ്പല്ലി പിടിക്കാൻ നേരത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കണക്ക് തീറ്റി ഇടുന്നതിന് നമുക്ക് തീറ്റി നഷ്ടം വരും. ചെമ്പല്ലി പിടിക്കാൻ ചെമ്പല്ലി ഇങ്ങനെ കൊത്തി നിൽക്കുന്ന മീൻ. അതുകൊണ്ട് എപ്പോഴും കുളത്തിന്റെ തുമ്പത്ത് മാത്രം തീറ്റി വെച്ചുകൊണ്ട് ചൂണ്ടയിട്ടാൽ ചെമ്പല്ലി പെട്ടെന്ന് നമുക്ക് കിട്ടും. പക്ഷെ കാരിക്ക് അങ്ങനെയല്ല. കാരിക്ക് നമ്മൾ ഇതേ കണക്ക് കിട്ടാലോ കാരി കിട്ടും. മറ്റേ കണക്ക് കിട്ടത്തില്ലെന്നല്ല, അതിൽ ഏറ്റവും പെട്ടെന്ന് കാരി കിട്ടാൻ മാർഗം ഇതാണ്. അത് കണക്കല്ല, നമ്മൾ 2-3 ചൂണ്ട 3-4 ചൂണ്ടയൊക്കെ ഇങ്ങനെ അവിടെ വെക്കുവാണെങ്കിൽ കാരി പിടിച്ചവിടെ കിടന്നോളൂ. ഇന്ന് നമുക്ക് കിട്ടിയ മീൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ഒരു വരല്ല. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വരാൽ കാരി എത്തുപോയി നിന്നു ഒരു കാരി. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.